ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6th സ്റ്റാൻഡേർഡ് 8th ചാപ്റ്ററായ ബുദ്ധിഹി സർവാർത്ഥ സാധിക എന്ന ചാപ്റ്ററിൻ്റെ എക്സസൈസ് എക്സ്പ്ലനേഷൻ ആണ്. നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമുക്ക് നോക്കാം. പാഠസ്യ ആധാരേണ അധോലിഖിതാനാം പ്രശ്നാനാം ഉത്തരാണി ഏകപദേന ലിഖന്തു. പാഠത്തെ ബേസ് ചെയ്ത താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമായി വൺ വേർഡിൽ ആൻസർ എഴുതുക. സരോവരസ്യ തീരെ സുകോമലഭൂമൗ ബിലേഷു കേ നിവസന്തി. തടാകത്തിൻ്റെ തീരത്തുള്ള മൃദുവായ മണ്ണിലെ മാളങ്ങളിൽ ആരാണ് താമസിച്ചിരുന്നത്? ശശകാഹ, മുയലുകൾ. കേശാം പരിഭ്രമണേന ശശകാഹ ശതവിക്ഷതാഹ മൃതാഹ ച ഭവന്തി. ആരുടെ സഞ്ചാരം കാരണമാണ് മാളങ്ങളിൽ താമസിച്ചിരുന്ന മുയലുകൾക്ക് മുറിവേൽക്കുകയും മരിക്കുകയും ചെയ്തത്? ആരുടെ സഞ്ചാരം കാരണമായിരുന്നു? അതെ, ഗജാനാം, ആനകളുടെ. ശശകരാജഃ കസ്യ സമീപം ഗച്ഛതി. മുയലുകളുടെ രാജാവ് ആരുടെ അടുത്തേക്കാണ് പോയത്? ഗജരാജസ്യ, ആനകളുടെ രാജാവിൻ്റെ. കെ സ്വമതം പ്രകാശയന്തി. ആരാണ് സ്വന്തം ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്തത്, പ്രകടമാക്കിയത്? ശശകാഹ, മുയലുകൾ. കഹ ചന്ദ്രം നമതി. ആരാണ് ചന്ദ്രനെ നമസ്കരിച്ചത്? ഗജരാജഃ, ആനകളുടെ രാജാവ്. കെ സുഖേന തിഷ്ഠന്തി. ആരാണ് സന്തോഷത്തോടെ താമസിക്കുന്നത്? ശശകാഹ, മുയലുകൾ. അടുത്ത നോക്കാം. പൂർണ്ണവാക്യേന ഉത്തരാണി ലിഖന്തു. കംപ്ലീറ്റ് സെന്റൻസിൽ ആൻസർ എഴുതുക. ചന്ദ്രഃ കഥാ പ്രസന്നഃ ഭവതി. ചന്ദ്രൻ എപ്പോഴാണ് ഹാപ്പി ആകുന്നത്? യഥാ ശശകഃ ജീവന്തി തഥാ ഏവ ചന്ദ്രഃ പ്രസന്നഃ ഭവതി. എപ്പോൾ വരെയാണോ മുയലുകൾ ജീവിക്കുക അപ്പോൾ വരെയാണ് ചന്ദ്രൻ ഹാപ്പി ആയിരിക്കുക. എപ്പോൾ വരെയാണോ മുയലുകൾ ജീവനോടെ നിലനിൽക്കുക അതുവരെയാണ് ചന്ദ്രൻ സന്തോഷത്തോടെ ഇരിക്കുക. സായങ്കാലേ കേശാം സഭാ ഭവതി. വൈകുന്നേരം ആരുടെ സഭയാണ് നടക്കുന്നത്? സായങ്കാലേ ശശകാനാം സഭാ ഭവതി. അതായത് വൈകുന്നേരം മുയലുകളുടെ സഭയാണ് നടക്കാറ്. ശശകാഹ കിമർത്ഥം ഉപായം ചിന്തയന്തി. മുയലുകൾ എന്തിനു വേണ്ടിയുള്ള ഉപായമാണ് ചിന്തിച്ചത്? ശശകാഹ സ്വരക്ഷാർത്ഥം ഉപായം ചിന്തയന്തി. മുയലുകൾ സ്വന്തം രക്ഷയ്ക്കായിട്ടുള്ള ഉപായമാണ് ചിന്തിച്ചത്. ചന്ദ്രഃ കേന നാംന പ്രസിദ്ധഃ അസ്തി. ചന്ദ്രൻ ഏത് പേരിലാണ് ഫേമസ്? ചന്ദ്രഃ ശശാങ്ക് ഇതി നാംന പ്രസിദ്ധഃ അസ്തി. ചന്ദ്രൻ ശശാങ്ക് എന്ന പേരിലാണ് ഫേമസ് ആവുന്നത്. ഓക്കെ, ഇനി ആം ചന്ദ്രസ്യ ദർശനായ ആവാം അധുന ഏവ സരോവരം പ്രതി ചലാവഃ ഇതി കഹ കഥയതി. ശരി, ചന്ദ്രനെ കാണാനായിട്ട് നമുക്ക് ഇപ്പോൾ തന്നെ തടാകത്തിൻ്റെ അടുത്തേക്ക് പോകാം എന്ന് ആരാണ് പറഞ്ഞത്? ആം ചന്ദ്രസ്യ ദർശനായ ആവാം അധുന ഏവ സരോവരം പ്രതി ചലാവഃ ഇതി ശശകരാജഃ കഥയതി. അതെ, ചന്ദ്രനെ കാണാനായി നമുക്ക് ഇപ്പോൾ തന്നെ തടാകത്തിൻ്റെ അടുത്തേക്ക് പോകാം എന്ന് പറഞ്ഞത് ശശക രാജാവാണ്, അതായത് മുയൽ രാജാവാണ്. അടുത്ത നോക്കാം. പാഠസ്യ ആധാരേണ പഠികാതഃ ക്രിയാപദാനി ചിത്വാ വാക്യാനി പൂരയന്തു. പാഠത്തെ ബേസ് ചെയ്തിട്ടുള്ള തന്നിരിക്കുന്നതിനകത്ത് ഇവിടെ കുറേ ബോക്സിനകത്ത് കുറേ വേർഡ്സ് തന്നിട്ടുണ്ട്. അതിൽ നിന്നാണ് ക്രിയാപദം കണ്ടെത്തി സെൻറ്റൻസ് പൂർത്തീകരിക്കേണ്ടത്. ഓക്കെ. കിം ചന്ദ്രക സരോവരെ ഡാഷ്. എന്തേ, ചന്ദ്രൻ തടാകത്തിലാണോ താമസിക്കണത്? തിഷ്ഠതി. സർവേ ശശകാഹ ഉപായം ഡാഷ്. എല്ലാവരും, അതായത് എല്ലാ മുയലുകളും
ഉപായം ചിന്തിക്കുന്നു എന്നാണ് വേണ്ടത് അല്ലേ? അപ്പം ഉപായം ചിന്തയന്തി. സായങ്കാലേ ശശകാനാം സഭ ഭവതി. വൈകുന്നേരം മുയലുകളുടെ സഭ നടക്കുന്നു. ശശകാഹ സരോവരസ്യ തീരെ ഡാഷ്. മുയലുകൾ തടാകത്തിന് തീരത്ത് എന്താണ് താമസിക്കുന്നു. സഹ ഗജരാജം ഡാഷ്. അതായത് മുയൽ രാജാവ് ആനകളുടെ രാജാവിനോട് പറയുന്നു. ഉദാഹരണാനുസാരം നിമ്നലിഖിതാനാം പദാനാം വചനം പുരുഷം ച ലിഖന്തു. ഉദാഹരണം തന്നതനുസരിച്ച് താഴെ തന്നിരിക്കുന്ന വേർഡ്സിന് ഏത് വചനമാണെന്ന് എഴുതണം, അതുപോലെ ഏത് പുരുഷാണെന്നും എഴുതണം. ഓക്കെ, അതാണ് ഇവിടെ ചെയ്യേണ്ടത്. ഉദാഹരണം തന്നിട്ടുണ്ട്. ചിന്തയതി പ്രഥമ പുരുഷഃ ഏകവചനം. തിഷ്ഠന്തി പ്രഥമ പുരുഷഃ ബഹുവചനം. ജീവന്തി പ്രഥമ പുരുഷഃ ബഹുവചനം. നമതി പ്രഥമ പുരുഷഃ ഏകവചനം. കഥയതി പ്രഥമ പുരുഷഃ ഏകവചനം. ഗച്ഛതി പ്രഥമ പുരുഷ ഏകവചനം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഉദാഹരണാനുസാരം സമുചിതൈഹി ക്രിയാപദൈഹി റിക്തസ്ഥാനാനി പൂരയന്തു. ഉദാഹരണം തന്നതനുസരിച്ച് ക്രിയാപദങ്ങളാൽ ബ്ലാങ്ക്സ് ഫിൽ ചെയ്യുക. ധാതു ഏകവചനം, ദ്വിവചനം, ബഹുവചനം. ഗം ധാതു ഏകവചനം എന്താ എഴുതാ? ഗച്ഛതി. ദ്വിവചനം ഗച്ഛതഃ. ബഹുവചനം ഗച്ഛന്തി. ഇതേ കണക്കാണ് ബാക്കിയുള്ളതും എഴുതേണ്ടത്. ഓക്കെ, കഥ് എന്ന ധാതുവിൻ്റെ ഏകവചനം കഥയതി, ദ്വിവചനം കഥയതഃ, ബഹുവചനം കഥയന്തി. സ്ത ഏകവചനം തിഷ്ഠതി, ദ്വിവചനം തിഷ്ഠതഃ, ബഹുവചനം തിഷ്ഠന്തി. കൃ ഏകവചനം കരോമി, ദ്വിവചനം കുർവഃ, ബഹുവചനം കുർമഃ. ജീവ് ഏകവചനം ജീവതി, ദ്വിവചനം ജീവതഃ, ബഹുവചനം ജീവന്തി. ചൽ എന്ന ധാതുവിൻ്റെ ഏകവചനം ചലാമി, ദ്വിവചനം ചലാവഃ, ബഹുവചനം ചലാമഃ. അടുത്ത ചോദ്യം നോക്കാം. ചിത്രസ്യ ആധാരേണ പഞ്ചവാക്യാനി ലിഖന്തു. അതായത് പിക്ചറിനെ ബേസ് ചെയ്ത് 5 സെൻറ്റൻസ് എഴുതുക. ആട്ടെ, ഈ ചിത്രത്തിനകത്ത് എന്താണ് കാണിച്ചിരിക്കുന്നത്? ഇതൊരു ഗാർഡൻ്റെ ചിത്രമാണല്ലേ. അപ്പം എന്താ എഴുതുക? ഏതത് ചിത്രം ഉപവനസ്യ അസ്തി. ഈ ചിത്രം ഗാർഡൻ്റെ ചിത്രമാണ്. ഈ ചിത്രത്തിൽ ഏത് ഫ്രൂട്ടിൻ്റെ മരം കാണിച്ചിരിക്കണേ? ആപ്പിൾ മരത്തിൻ്റെ ആണല്ലേ. അപ്പം എന്തെഴുതും? ഇവിടെ ആപ്പിൾ ഫ്രൂട്ടിൻ്റെ മരമുണ്ട്. അത്ര സേവ് ഫലസ്യ വൃക്ഷഃ അസ്തി. ഈ മരത്തിന് താഴെ ആരെങ്കിലും നിപ്പുണ്ടല്ലേ? കുട്ടികൾ നിൽക്കുന്നുണ്ടല്ലേ. അപ്പം എന്തെഴുതും? വൃക്ഷസ്യ അധഃ ബാലാഹ സന്തി. മരത്തിൻ്റെ താഴെ കുട്ടികളുണ്ട്. ഈ മരത്തിൻ്റെ മേലെ ഒരാളുണ്ടല്ലേ. അതാരത്? കുരങ്ങൻ അല്ലേ. അപ്പം എന്തെഴുതാം? മരത്തിൻ്റെ മേലെ ഒരു കുരങ്ങനുണ്ടെന്ന് എഴുതാം അല്ലേ. അപ്പം അതെങ്ങനെ എഴുതും? വൃക്ഷസ്യ ഉപരി ഏകഃ വാനരഃ അസ്തി. പിന്നെയോ, ഈ കുട്ടികളൊക്കെ എന്താ ചെയ്തുകൊണ്ടിരിക്കണേ? ആപ്പിൾ ഫ്രൂട്ട് കഴിക്കുകയാണല്ലേ. നമുക്ക് എന്തെഴുതാം? ബാലാഹ സേബ് ഫലാനി ഖാദന്തി. കുട്ടികൾ ആപ്പിൾ ഫ്രൂട്ട് കഴിക്കുകയാണ്. അടുത്ത ചോദ്യം നോക്കാം. അധോലിഖിതാനാം പര്യായപദാനാം മേലനം കൃത്വാ റിക്തസ്ഥാനാനി പൂരയന്തു. താഴെ തന്നിരിക്കുന്ന പര്യായപദങ്ങൾ യോജിപ്പിച്ച് എന്ത് ചെയ്യണം? ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യുക. ഗജഃ അതായത് ആന, ഹസ്തി. പദം കാല്, ചരണഃ.
ചന്ദ്രഃ ചന്ദ്രൻ, ശശാങ്കഃ സരോവരഃ തടാകം, ജലാശയഃ, പ്രജ പ്രജ, ജനത. ഓക്കെ, അതാണ് ഇവിടെ എടുത്ത് എഴുതേണ്ടത്. മാച്ച് ചെയ്ത് തന്നിട്ടുണ്ട്, അതെടുത്തങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്ററിൻ്റെ എക്സസൈസ് എക്സ്പ്ലനേഷൻ ക്ലിയർ ആയെന്ന് കരുതുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഉറപ്പായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക് യു. കീപ് സപ്പോർട്ടിങ്.